അടുത്തത് ഞങ്ങളുടെ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളികൾക്കല്ല പുറത്തുനിന്ന് വരുന്നവർക്കും കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞ കുമരകത്തും ആലപ്പുഴയിലും ഒക്കെ പോകുന്നവർ ആദ്യം ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പം തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അത് മറ്റാരുമല്ല, കരിമീൻ പൊള്ളിച്ചതാണ് അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മേ ഒരു പാട്ട് പാടിക്കേ. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ ചുവമുള്ള ചെറുമണിച്ചോറുമുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുമുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ. ഈ പാട്ട് പോലെ തന്നെയായിരിക്കും ഇന്നത്തെ എൻ്റെ എന്നല്ല ഇവിടെയുള്ള എല്ലാവരുടെയും വിഭവം ഏകദേശം. അയല മിക്കവർക്കും വറുത്തതുണ്ട്, കരിമീൻ എല്ലാവരുടെയിലും ഉണ്ട്, ഉപ്പിലിട്ട മാങ്ങയും എല്ലാം ഇന്നുണ്ടാവും. നമുക്ക് നോക്കാം ഇന്നത്തെ വിഭവങ്ങൾ. ഞങ്ങളുടെ കരിമീൻ പൊള്ളിച്ചത് എങ്ങനെയാവുമെന്ന്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കരിമീൻ വൃത്തിയാക്കി വരഞ്ഞിട്ട് മുളക്, ഉപ്പ്, മഞ്ഞൾ, അല്പം കുരുമുളക് എല്ലാം കൂടെ അരച്ച് ഇത് തേച്ച് പിടിപ്പിക്കണം. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് പിന്നെ എണ്ണയ്ക്കകത്തൊന്ന് പകുതി വറുത്തെടുക്കണം. അതിനുശേഷം പകുതി വറുത്തെടുക്കണം, മുഴുവൻ വറുക്കരുത്, പകുതി വറുത്തെടുക്കണം. സവോള, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ വഴറ്റി തക്കാളിയും കൂടിയിട്ട് വഴറ്റിയിട്ട് ഇത് പെറുക്കി അതിനകത്തിട്ട് തിരിച്ചും മറിച്ചു വിട്ട് ഇപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മഞ്ഞൾപ്പൊടി സാധാരണ നമ്മുടെ മുളക് വറക്കുന്നതിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെ, മുളക് പൊടിയും അതിൻ്റെ കൂടെ കുരുമുളക് പൊടി ഇട്ട് ഒരു വ്യത്യാസമുള്ളത് അത് മുഴുവനായിട്ട് വറക്കില്ല, ഹാഫ് ബോയിൽ ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഇലയ്ക്കകത്ത് ഇടണം എന്നാണ് സങ്കല്പിച്ചാണ് ഇരിക്കുന്നത്. ഇല ഇതുവരെ എത്തിയിട്ടില്ല, അതാണ് വാസ്തവം. ഇല കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉടനെ അടുത്ത സ്റ്റൈലിലേക്ക് മാറ്റുകയാണ്. കാരണം അമ്മ ഉണ്ടല്ലോ കൂടെ, അമ്മ കുറേ നാളുകളായിട്ടെല്ലാം വർക്ക്. അമ്മ പ്രത്യേകിച്ച് കുട്ടനാടുകാരിയാണ്. കുട്ടനാടിൻ്റെ മണ്ണിൽ ഓടിക്കളിച്ച ഇന്നിവിടെ നമ്മുടെ കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് നേരത്തെ കരിമീൻ എടുത്തത് ഹാഫ് ബോയിൽ ചെയ്ത് നമ്മൾ റെഡിയാക്കിയതാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങിയ എണ്ണയാണിത്. ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ സവോള വഴട്ടാൻ വേണ്ടിയിട്ട് ഇട്ടു. അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ അതിനിടയ്ക്ക് ഈ സവോളയിൽ ഇച്ചിരി ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം, പെട്ടെന്ന് മൂക്കുവാൻ വേണ്ടി സവോളയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ കിടന്ന് സവോള അങ്ങ് വഴലട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് താറാവ് നേരത്തെ പ്രത്യേകം താറാവ് ആകുമ്പോഴത്തേക്കും അതിന് മറ്റിറച്ചികളുടെ പോലെ അറിയാമല്ലോ, അത്രയും മാംസം ഉണ്ടായിരിക്കില്ല, അതിന് കുറച്ച് കട്ടിയായിരിക്കും. പ്രത്യേകിച്ച് താറാവിന് വേവ് കൂടുതലുമാണ്. ഇളത്ത താറാവാണെങ്കിൽ മാത്രമേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇതിത്തിരി കയ്യിൽ നമ്മൾ വെട്ടിയ സമയത്ത് നമുക്ക് മനസ്സിലായി ഇളത്ത താറാവല്ല, ഇത് കുറച്ച് നേരം എടുക്കും. അതുകൊണ്ട് നല്ല മാംസമുള്ളതും അല്ലതാണ്, നല്ല കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് കിളവനാണെന്ന്. കുഴിയിലേക്ക് കാലം നീട്ടി നിൽക്കുന്ന ഏതോ ഒരു താറാവിനെയാണ് ഇതിൽ പിടിച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ പറയുക, ആദ്യം കുക്കറിലിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചേർത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിനകത്ത്? മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ അവരുടെ ഉള്ളൂ ഉപ്പ്, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പും മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഞങ്ങൾ ഇടുവാണ്. നമ്മുടെ കരിമീൻ പൊള്ളിച്ചതിനകത്ത് അതിനകത്ത് ചേർക്കാനുള്ള കൂട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനകത്ത് നമ്മൾ സവോള എല്ലാം ഇട്ടു, മസാല ഇട്ടു, പിന്നെ ഇപ്പം 2 പച്ചമുളക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കീറിയിട്ടു, 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇടുന്നു. തക്കാളി ഒരെണ്ണം അല്ലേ, ഒരു തക്കാളി ഫുള്ള് അതും ഇങ്ങനെ കട്ട് ചെയ്തിട്ടു. അതിനുശേഷം പിന്നെ കുറച്ച് 2 നുള്ളി പെരിഞ്ചീരകം ഇട്ടു, 2 നുള്ളി പെരിഞ്ചീരകം ഇട്ടു. മുളകും അതും ഇതെല്ലാം ചേർത്തിട്ട് ഗരം മസാല കുറച്ച് ചേർത്തു, ഒരു കാൽ സ്പൂൺ ചേർത്തു. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചതിനകത്ത് നമ്മുടെ ഇല കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇലക്കകത്ത് വെച്ച്
വേണം നമുക്കിനി ലാസ്റ്റ് അതിൻ്റെ പരിപാടി ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് തോരന് വേണ്ടി കടുക് പൊട്ടിച്ചു. അതിനകത്ത് ഒരു 2 ഉള്ളി, ചെറിയ ഉള്ളി 2 എണ്ണം അരിഞ്ഞിട്ടു. എന്നിട്ട് 2 കരിവേപ്പില ഇട്ടു. നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി അരിഞ്ഞത്, ക്യാബേജ്, അത് 3 കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇത്തിരി പൂരം മഞ്ഞൾപ്പൊടി, ഇത്തിരി പൂരം, എന്നിട്ട് അത് ഇളക്കി കൊടുത്തതിന് അതിനകത്തേക്ക് അമ്മ തേങ്ങ ഇടും. തേങ്ങ ഇടുന്ന സമയത്ത് എനിക്കിവിടെ ഒരു ചെറിയ പരിപാടിയുണ്ട്. നമ്മൾ നേരത്തെ ഡക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഡക്ക് ഏകദേശം ഡക്കും എൻ്റെ കയ്യിൽ 2 വെന്ത് കിട്ടി. വെന്ത് കിട്ടി. ഇനി അതിനെ നമുക്ക് ബാക്കി പരിപാടികൾ അമ്മയ്ക്ക് അറിയാവുള്ളൂ. അമ്മ ഇത് ചെയ്യും. അപ്പം ഞാനിത് ഇളക്കും. അമ്മ ഞാൻ ഡക്കിൻ്റെ കാര്യം അമ്മ ചെയ്തു. ഞാനിത് ഇളക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് പറയട്ടെ, ഇതിനിടയ്ക്ക് നമ്മൾ പുളിശ്ശേരി, കാളെന്ന് പറയില്ല, തൈര് മാത്രമേ ഉള്ളൂ. ഉള്ളടി തൈരായിരിക്കും കൂടുതൽ. തേങ്ങയും തൈരും കൂടി ഇട്ട് കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ തോരനിലേക്ക് കുറച്ചൊരു ഉപ്പിട്ട് കൊടുത്തു. താറാവ് റെഡിയായി കഴിഞ്ഞു. ഇനി അതിന് ചേർക്കാനുള്ള സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ വഴറ്റി ചേർക്കണം. ക്യാബേജ് തോരൻ നമ്മൾ എടുക്കാൻ സമയമായിരിക്കുകയാണ്. ക്യാബേജ് തോരൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ തോരനും റെഡിയായി കഴിഞ്ഞു. ക്യാബേജ് തോരൻ താറാവ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് മസാലകളെല്ലാം ചേർത്തു. ഇതാ നോക്കി, നമ്മൾ കഴിക്കാൻ തോന്നുന്നില്ലേ? കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. ഇനിയിപ്പോൾ അടുത്തത് തേങ്ങാപ്പാലാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിനകത്ത് ഒഴിക്കേണ്ടത്. തേങ്ങാപ്പാൽ ഇത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അമ്മ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇത് താറാവും മപ്പാസേറിയാട്ടോ വെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ആദ്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ബീഫ്, തോരൻ, മീൻകറി, അടുത്ത ഡിഷ് നമ്മുടെ താറാവ് കറി ഇട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ താറാവ് കറി, അതേപോലെ തന്നെ പുളിശ്ശേരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചു. അതാണ് ഇവിടെ വെന്ത് റെഡി ആയിട്ടിരിക്കുന്നത്. പുളിശ്ശേരിയുടെ സംഭവം ഓക്കെ ആയി കഴിഞ്ഞാൽ സാമ്പാറിനുള്ള കാര്യങ്ങൾ ചെയ്യും. താറാവും അപ്പം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ചേർത്തിങ്ങനെ നമ്മൾ ഡിഷിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ മാറ്റി വെക്കേണ്ട മുളകിലേക്ക് മാറ്റുകയാണ്. അതിനകത്ത് തേങ്ങാപ്പാലാണ് മെയിൻ. തേങ്ങാപ്പാലും കുരുമുളക് പൊടിയാണ് മെയിനായിട്ടുള്ളത്. അത് രണ്ടും നമ്മൾ ചേർത്തു. പൊള്ളിക്കാനുള്ള ഇല റെഡി ആയിട്ടുണ്ട്. അവസാനം ആ പൊള്ളിക്കാനുള്ള ഇല നമുക്ക് കിട്ടിയിരിക്കുകയാണ്. താറാവും കൂട്ടണേ. താറാവ് കറിയെ
ഇതിലേക്ക് കടുകെല്ലാം വറുത്ത് നമ്മൾ ഇതിലേക്ക് ഇടുവാണ്.